CBSE എന്താ ഈ ചെയ്തേ? അതൊട്ടും ശരിയായില്ല കേട്ടോ. CBSE ഒട്ടും ശരിയായില്ല. എന്താണ് അമ്മമ്മയുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എന്തായാലും ചായ കുടിക്കല്ലേ. മാർക്ക് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് പറയാട്ടോ. പെർസെൻറ്റേജ് ഇപ്രാവശ്യം ഹലോ അതാ ഞാൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ ഒന്നും കൂടെ ഹലോ പറയടൂ. നിങ്ങളും പറ ഹലോ. അങ്ങനെ കഴിച്ചോ അതൊരു വടയും കൂടെ എടുത്തു. ഓക്കെ, പറയാൻ വന്ന കാര്യം വേറെയാണ് കേട്ടോ. പുലി വരുന്നേ എന്നിങ്ങനെ പറഞ്ഞ് അവസാനം പുലി വന്നു. അതാണ് ഞാൻ എന്തിനെ പറ്റി പറയണമെന്നുള്ളത് പറഞ്ഞു തുടങ്ങുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും. ഇപ്പോൾ +2 റിസൾട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ, CBSEയുടെ. അപ്പോൾ ഞാനീ പറയണത് +2 പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ ഉണ്ടായിരുന്നവർ, ഇപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞ് വീട്ടിൽ റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്നിരുന്ന വീട്ടിൽ ഉള്ള എല്ലാവർക്കും മനസ്സിലാവും എന്തൊക്കെയാ പറയുന്നത്. കാരണം എന്താ അറിയോ? കാരണം നമ്മൾ ഇത്രയും ദിവസമായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ടേ. അപ്പം ഓരോ ദിവസവും രാവിലെ വരണ നോട്ടിഫിക്കേഷൻ എന്ന് പറയണത് ഇന്ന് 10 മണിക്ക്, ഇന്ന് 2 മണിക്ക്, ഇന്ന് 4 മണിക്ക്, ഇങ്ങനെ ഓരോ ദിവസവും നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ രാവിലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇപ്പം വരും ചുട്ട് അങ്ങനെ കാത്തിരുന്നു. അപ്പോൾ അതെന്താ, നമ്മളിത് കുറേ ഗൂഗിളിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യണതും ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും ഫുള്ള് ഇങ്ങനെ വരിക. അതായത് കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം വന്നപ്പോഴോ ഞങ്ങളെല്ലാവരും ഒരേപോലെ ഞെട്ടി. അതാണ് സംഭവിച്ചത്. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ ചാനലിൻ്റെ താഴെ തന്നെ കുറേ പേര് കമൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വ്ളോഗായിട്ട് തന്നെ അങ്ങോട്ട് പറയാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യണേ. അപ്പോൾ എന്തായാലും കുറേ പേർക്ക് അറിയാം, പാറു +2 ആയിരുന്നു. ഇപ്പോഴും അറിയാത്തവരുണ്ട് കേട്ടോ. അതിൽ ആരാണ് മൂത്തത്, അല്ലെങ്കിൽ ആരാണ് +2, ആരാണ് 10th, ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ വ്ളോഗ് കണ്ടു തുടങ്ങിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഏത് ക്ലാസ്സിലാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് പാറു ഇപ്പം 12th കഴിഞ്ഞു, പ്രതു ഇപ്പം 10th-ലേക്കായി. അപ്പോൾ പാറുവിൻ്റെ റിസൾട്ടിനെ പറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ പറയണത് കേട്ടോ. ഇന്നലെയാണ് റിസൾട്ട് വന്നത്. എന്നിട്ട് എന്താ പറയേ, നീ എന്തെങ്കിലുമൊക്കെ പറയാം. അവൾ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് തൽക്കാലത്തേക്ക്. അത് കഴിഞ്ഞു. എന്തെങ്കിലും പറയടോ. അപ്പോൾ പറയാം. എല്ലാവരും എത്രയാണ് മാർക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മാർക്ക് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് പറയാം കേട്ടോ. പെർസെൻറ്റേജ് ഇപ്രാവശ്യം എന്താ പറയുക, ഓൾ ഓവർ എല്ലായിടത്തും പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്സായതിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ് ഇപ്രാവശ്യത്തെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അറിയുണ്ടാവും, നിങ്ങൾ പേപ്പറിലും ന്യൂസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, റിസൾട്ട് വന്ന സമയത്ത് അത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ഞെട്ടി എന്നുള്ളത്. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. എത്ര പെർസെൻറ്റേജ് വെച്ചാൽ 89% ആണ് പാറുവിന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തായാലും ഞാൻ വെച്ച് കണ്ണീരോടൊക്കെയാണോ എന്ന് ഞാനത് നോക്കി. ഓക്കെ, എന്താ പറയുക, നമ്മൾ 90 എബോവ് ഒക്കെ എന്തായാലും കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഇതാണ് ഉണ്ടായത്. അപ്പോൾ അത് പെട്ടെന്ന് കേട്ടപ്പം നമ്മളങ്ങനെ വിചാരിച്ചിട്ട് 90ൻ്റെ താഴെ പോകുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആ കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് വന്ന് ഇതാണ് കണ്ടപ്പം ആകെ കൂടെ ഷോക്കായിപ്പോയി. എന്നുവെച്ചാൽ ഭയങ്കര വിഷമായിപ്പോയി പാറുവിന് കേട്ടോ. പാറുവിനല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. പാറു പക്ഷെ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു നല്ലതായിട്ട് കിട്ടുന്നുള്ളത്. അപ്പം അങ്ങനെ അപ്പോൾ ഏത് അമ്മമ്മ വരും, അമ്മമ്മ തരത്തോളൂ. അപ്പം അങ്ങനെയാണ് സംഭവം. ഉണ്ട് എല്ലാവർക്കും മേടിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ഇനിയിപ്പോൾ നമ്മളിതിങ്ങനെ നീട്ടി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പറയണ്ടേ, ഇന്നലെ റിസൾട്ട് വന്നതാണ്. അപ്പോൾ ഇന്നലെ പിന്നെ ആ സമയത്ത് നമ്മൾ ആകെ മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല.
അപ്പോൾ അതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റിസൾട്ട് കണ്ടപ്പോൾ ആകെ എല്ലാവർക്കും ഭയങ്കര വിഷമായിപ്പോയി. പാറു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്നലത്തെ ആ കണ്ട സമയത്ത് കുറച്ച് വിഷമായിരുന്നു കേട്ടോ. കാരണം എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്ന് താഴെ പോയതിൻ്റെ ഒരു വിഷമം. പിന്നെയാണ് നമ്മളിങ്ങനെ മൊത്തത്തിൽ നമ്മളതിനെ സ്കൂളിൽ നിന്നുള്ള ഇതും എല്ലാതും പിന്നെ എല്ലാവരുടെ റിസൾട്ട് അറിയുന്നു, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ റിസൾട്ടും അങ്ങനെ അറിയുന്നവരുടെയൊക്കെ റിസൾട്ടുകളൊക്കെ അങ്ങനെ വന്ന് തുടങ്ങി നോക്കിയപ്പോഴാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാവർക്കും പേഴ്സൻറ്റേജ് കുറവാണ്. സയൻസ് സ്റ്റുഡൻസ് കേട്ടോ, സയൻസിൻ്റെ സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര മാർക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ടോട്ടൽ എല്ലായിടത്തും അങ്ങനെയാണ് അല്ലേ. ഓൾ ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് 90 എബോവ് വെറും 5% കുട്ടികളേ ഉള്ളൂ. അതുമാതിരി 95 എബോവ് 1% പോലും ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര ടഫായിട്ടുള്ള പുതിയ എന്താ പറയുക ഇങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടുവന്നിട്ട് CBSE പുതിയതൊക്കെ കൊണ്ടുവന്ന് കാരണം ഇപ്രാവശ്യം OSM ഓൺ സ്ക്രീൻ മാർക്കിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര നല്ല റിസൾട്ടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായത്. പക്ഷേ ഇതിനൊന്നും ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഉണ്ടായത് അങ്ങനെയാണ് അല്ലേ പാറു? നീ എന്തെങ്കിലും ഒരു 2 വാക്ക് ചായ കുടിച്ച് കഴിഞ്ഞെങ്കിൽ അവളത് പറയാൻ വേണ്ടിയിട്ട് ചായ കുടിക്കുകയാണ് അല്ലേ. തൊണ്ടയിൽ നിന്ന് അതും കൂടെ ഇറങ്ങിയിട്ട് വേണ്ടല്ലോ പറയാൻ. ഇത് റീവാലുവേറ്റ് ചെയ്യാൻ കൊടുക്കണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ മാർക്ക് കിട്ടുന്ന കാര്യം. നമ്മൾ റീവാലുവേഷന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഇത് എല്ലാവരും പറയുന്നുണ്ട്. നമ്മളുടെ മാത്രം ഒരു കാര്യമല്ല അത്. ഞാൻ പറയില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ കുട്ടികൾ ബോർഡ് എക്സാം 12th എഴുതിയിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ അറിയുണ്ടാവും. മൊത്തത്തിൽ എല്ലായിടത്തിലും ഭയങ്കര കുറവാണ് പേഴ്സൻറ്റേജ്. അപ്പോൾ അത് കാരണം കൊണ്ട് റിവാലുവേഷന് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിനുള്ള ടൈം ആയിട്ടില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കണം. അപ്പം അതന്നെ അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ റിസൾട്ട് ഉണ്ടായത്. ഓക്കെ. പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ റിസൾട്ട് വന്ന ഉടനെ പാറുവിന് വിഷമായിരുന്നു. പാറു കരയൊക്കെ ചെയ്തു. പിന്നെ ഓക്കെ ആയി. കാരണം എല്ലാവരുടെയും റിസൾട്ടും എല്ലാ കാര്യങ്ങളും ന്യൂസിലും പിന്നെ പ്രിൻസിപ്പൽ സാറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലായി. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും അല്ലേ ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാനിപ്പം വീഡിയോ ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ചോദിക്കും ഇനി എന്താണ് പാറു ചെയ്യണത് എന്നുള്ളത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കമൻസിൽ കേട്ടോ. പക്ഷേ അതെന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ജോയിൻ ചെയ്തതിന് ശേഷം പറയണതല്ലേ അതിൻ്റെ ഒരു ശരി. അപ്പോൾ അതിന് ശേഷം നമ്മൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനതൊന്നും പറയാതിരുന്നത്. അല്ലേ പറ. നീ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ അവർ ആയിരിക്കും നിനക്ക് വിഷമം മാറിയിട്ടില്ല എന്ന്. ഇപ്പോൾ ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ സ്നാക്സൊക്കെ ഒരു പ്ലേറ്റ് സ്നാക്സ് കഴിച്ച് പാറ. പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്താ പറയുക ഇവരെന്നെ കൂട്ടിയിട്ട് വേണമല്ലോ ഇതിനെപ്പറ്റി സംസാരിക്കാൻ. അപ്പോൾ വരില്ല രണ്ടുപേരും ഇങ്ങനെ വേറെ പല കാര്യങ്ങളായിട്ട് നടക്കണല്ലോ. ഒന്നാമതിപ്പോൾ വെക്കേഷൻ. പക്ഷേ പ്രദൂന് ക്ലാസ് തുടങ്ങിയിരുന്നു കേട്ടോ. പ്രദൂന് കുറച്ച് സമയം ക്ലാസ് ഉണ്ട്, രാവിലെ മാത്രം, വെയിൽ തുടങ്ങുന്നവരെ. അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ രണ്ടുപേരും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയൊക്കെയാണ്. പക്ഷേ വീഡിയോയ്ക്കൊന്നും വരാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ എന്താ ചെയ്ത് ഇവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് വാങ്ങിച്ചു വശീകരിച്ച് കൊണ്ടിരുത്തിയതാണ്. അതന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ എന്താ ജോയിൻ ചെയ്യണമെന്നോ എവിടെയാണ് പോകുന്നതെന്നോ അതോ വേറെ എന്തെങ്കിലും ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അതിനനുസരിച്ചിട്ട് പറയാം കേട്ടോ. പ്രദു പറ റിസൾട്ടിനെ പറ്റിയിട്ട്. റിസൾട്ടിനെ പറ്റി എനിക്കൊന്നും പറയാം. അങ്ങനെ പറയരുത്. നമ്മളെല്ലാവരും എന്നോട് പറയേ നീ പറയേ. ഇവിടെ ആർക്കും ഇതിനെ പറ്റി ഒന്നും പറയാം. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാവർക്കും പറയാനുണ്ട്. ചുമ്മാ ഇതിന്റെ മുമ്പിൽ ചുമ്മാ ഷോ ആണ്, വേറൊന്നല്ല. എല്ലാവർക്കും പറയാനൊക്കെ അതെ. ജാട കുട്ടികളൊന്നല്ല കേട്ടോ, പാവം കുട്ടികളാ. പറയ് പെർസെൻറ്റേജ് എന്താണ്? 89%. അതല്ല, നിനക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ടിനെ പറ്റി പറയാനുണ്ട്? CBSE എന്താ ഈ ചെയ്തേ? അതൊട്ടും ശരിയായില്ല കേട്ടോ. CBSE ഒട്ടും ശരിയായില്ല. ഓരോ വർഷം ഓരോ പോലെ. കഴിഞ്ഞ വർഷം ഭയങ്കര ഈസി, ഈ വർഷം ഭയങ്കര ടഫ്. പക്ഷെ അങ്ങനെ പാടുണ്ടോ അല്ലേ? എല്ലാ വർഷം ഒരുപോലെ വേണ്ട. എനിക്ക് അതാണ് ടെൻഷൻ. അടുത്ത വർഷം ഉണ്ടേ. ഈ വർഷം 10th ആണെച്ചെങ്കിൽ ഭയങ്കര ഈസി ആയിരുന്നു, കുട്ടികൾക്കൊക്കെ നല്ല മാർക്കായിരുന്നു. ഇനി അടുത്ത വർഷം എൻ്റെ കുട്ടി ഉണ്ട്,
അപ്പയ്ക്ക് പേടിയാണ്. കാരണം എന്തിന് അല്ല, ഓരോ വർഷം അങ്ങനെ ഓരോ രീതിയിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരണം. അത് ശരിയായ നടപടിയല്ലല്ലോ. അല്ല. അപ്പം അതാണ് പാരൻസ്, നമുക്ക് പാരൻസിന് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണത്. ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനല്ലേ. വിഷമം ആലോചിച്ചപ്പോൾ ഇനിയിപ്പോൾ എന്താ ഉണ്ടാകുക ആലോചിച്ചിട്ടൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. ഞാൻ പറഞ്ഞില്ലേ, നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. ഇത് ബൂസ്റ്റ്. എന്താണ് അമ്മമ്മയുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. എന്തിനെ പറ്റിയിട്ട്? എന്തായാലും ചായ കുടിക്കല്ലേ. വടേനെ പറ്റിയിട്ടാ പറയണത്. പാറുവിന്റെ റിസൾട്ടിനെ പറ്റിയിട്ട് എന്താണ് അമ്മമ്മ? പാറുവിൻ്റെ റിസൾട്ടിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം. നല്ല മാർക്കുണ്ട്. CBSE കുറ്റം പറയാനൊന്നുമില്ല. ഞാനെന്തോ കുറ്റം പറയാം, ഞാൻ ആരാ. അല്ല, പക്ഷെ നമുക്കൊക്കെ ആദ്യം ഒരു 90% പ്രതീക്ഷിച്ചതാണ്. അതിൽ ചെറിയൊരു കേട്ടപ്പോൾ ആദ്യം ശരിക്കും എല്ലാവർക്കും ഒരു ഞെട്ടലായി പോയി. കാരണം പാറു അത് വാങ്ങിക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അവളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മുടെ ഇഷ്യൂ അല്ല. അതുകൊണ്ട് മഴ വീണു. ഇതൊക്കെ ഉണ്ടോ വീഡിയോയിൽ? നമ്മൾ ചായ കുടിച്ച് എല്ലാവരും വടേനെ പറ്റി പറഞ്ഞു. വട നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല വട, നല്ല ചായ, പുറത്ത് മഴ, നല്ല മഴ. അതെ, പുറത്ത് മഴ. ബൂസ്റ്റ്, വട. എന്ത് ഐശ്വര്യം അല്ല, അന്തസ് അല്ലേ പറയാ, അന്തസ്. അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ തന്നെ കണ്ടേ. ഇങ്ങോട്ട് മാറി. ഇവിടെ എന്താ കാണിക്കുന്നത്? അതെ, കാണാൻ നല്ല രസമുണ്ട്. ഓടി ഒന്ന് അടങ്ങിയിരിക്കും. കണ്ടോ? ഫേസ് കാർഡ് എന്ന് പറഞ്ഞാലുണ്ട്. സൂം ചെയ്തിട്ട് എന്നെ കാണാൻ എത്ര ഭംഗിയുണ്ടായി. അപ്പോൾ ഫേസ് കാർഡ് പറ. ഇതൊക്കെ മേടിച്ച് ചെയ്യോ? ഇതൊന്നും എഡിറ്റ് ചെയ്യരുത്, ഇതൊക്കെ ഇടണം. റോ ക്ലിപ്സ്. അതെ, ഇതൊക്കെ ഇടണം. ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഇടണം. എൻ്റെ ഭഗവാനെ, എന്താ ഞാൻ ഇതൊക്കെ ഇടുക? അമ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ടാൽ മതി. ഏറ്റവും അവസാനം ബ്ലൂപ്പർ. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വിശേഷം. ഞാൻ വടയാണോ വിചാരിച്ച സത്യം, ഞാൻ പെട്ടെന്ന് ഇവിടെ വട കൊണ്ടുവരാണെന്ന് വിചാരിച്ചു. ചായയിലേക്ക് വീഴും, ഈശ്വരൻ്റെ ചായയിലേക്ക് വീഴും. മറ്റത് റിസൾട്ട് അറിഞ്ഞതിൻ്റെ ഷോക്കാണോ കുട്ടിക്ക് തോന്നുന്ന ആൾക്കാർക്ക്? അത് അവർക്കറിയില്ലല്ലോ. നിങ്ങളതിനെ കാണുന്നത് എന്താ, അധികം ഡാൻസ് റീൽസിൽ മാത്രമല്ല, എങ്ങനെ സംസാരിക്കാൻ വന്നിരിക്കാറില്ലല്ലോ. അപ്പം അതുകൊണ്ട് കണ്ടോ, അപ്പം തുടങ്ങി വരാനും ഉദ്ദേശിച്ചില്ല. ഒന്നിങ്ങോട്ടിരിക്കോ. അമ്മമ്മ പോയോ? അമ്മമ്മ അത് കൂടെ പോയി. മുത്തശ്ശി അത് കൂടെ ഒന്ന് പോയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ചായ കുടിച്ചിട്ട് അങ്ങനെ പോയി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. പിന്നെ ബാക്കി വീഡിയോസൊക്കെ ഇനി വരും. ഞാൻ ഈ ഒരു കാര്യം പെട്ടെന്നൊന്ന് നമുക്ക് പറയാം എന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ എടുത്താണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേറെ സ്റ്റേ ട്യൂൺഡ്. നമ്മളല്ല, അമ്മ വരും. പിന്നെ അടുത്ത വിശേഷം ഞങ്ങളെല്ലാവരും വരും. അമ്മ വരും, ഞങ്ങളെല്ലാവരും വരും, ഞാൻ വരും. വൈൽഡ് കാർഡ് എൻട്രി. അതെ, ശരി, ഓക്കെ, ബൈ. കണ്ടോ എൻ്റെ അമ്മ, ഇരുട്ട്. അമ്മമ്മ അവിടെ ഒരു രൂപം മാത്രം കാണാണ്ട്. മഴ. വളക്കോൾത്തറൊന്നും ആയിട്ടില്ല, സമയം 5:30 ആയിട്ടുള്ളൂ. പക്ഷേ ഭയങ്കര ഇരുട്ടായിട്ട് ഇതാ മഴ പെയ്യാൻ പോകണു. മുറ്റത്തേക്ക് ഇറങ്ങിയാൽ മഴ കൊള്ളുമോ? അല്ല, ജസ്റ്റ് ചെറുതായിട്ട്. അപ്പോൾ അതാ മഴ നല്ല. ഗേറ്റ് അടച്ചിടണം. അപ്പോൾ അതാ നല്ലൊരു മഴയൊക്കെ വരാൻ പോവാണ്. ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുട്ടത്തിരിക്കുന്ന എല്ലാവരും. നല്ല കാറ്റും മഴയൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇടിയും വരുന്നുണ്ട്. ഓക്കെ, ബായ്. അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ബാക്കി വേറെ പറയണ്ടോ?
നിനക്കൊരു മിനിറ്റ്. കട്ടൻ വിത്ത് അല്ല ചായ വിത്ത് അങ്ങനെയൊക്കെ പറയില്ലേ, എന്താണ് ഒരു പ്രോഗ്രാമിൻ്റെ പരിപാടി കണ്ടിട്ടില്ലേ, ചായ വിത്ത് ഓരോ ഇൻ്റർവ്യൂ എന്നൊക്കെ അങ്ങനെ കോഫി വിത്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ നമ്മളുടെ ഇന്നത്തെ അങ്ങനെ ഒരു ഈവനിങ് ചായ വ്ളോഗ്.